നാളെയെ കുറിച്ചുള്ള അനാവശ്യമായ ആകുലതകളും ഭയങ്ങളും കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല. ഭയം നാളത്തെ പ്രശ്നങ്ങളെ പരിഹരിക്കില്ലെന്ന് മാത്രമല്ല, ഇന്ന് സമാധാനത്തോടെ ജീവിക്കാനും ദൈവത്തിനായി പ്രവർത്തിക്കാനും നമുക്കുള്ള ആത്മീകവും മാനസികവുമായ ശക്തിയെ അത് പൂർണ്ണമായി ചോർത്തിക്കളയുകയും ചെയ്യും. ദൈവം പ്രകാരം പറയുന്നു, നിങ്ങളിൽ ആർ വിചാരപ്പെടുന്നതിനാൽ തന്റെ ആയുസ്സിന്റെ ഒരു മുഴം കൂട്ടുവാൻ കഴിയും. സുവിശേഷം 6-27 ബൈബിളിലെ ഇസ്രായേൽ ജനത്തിന്റെ ഒരു അനുഭവം ഇതിന് വലിയ ഒരു ഉദാഹരണമാണ്. മോശയുടെ നേതൃത്വത്തിൽ അവർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടലിലെ തീരത്ത് എത്തിയപ്പോൾ പുറകിൽ ഫറവോന്റെ ശക്തമായ സൈന്യവും മുൻപിൽ ആഴമേറിയ ചെങ്കടലുമായി സാഹചര്യങ്ങൾ കണ്ട് ജനം കഠിനമായി ഭയപ്പെട്ടു. ആ ഭയം അവരെ ആത്മീകമായി തളർത്തുകയും അവർ മോശക്കെതിരെ പിറുപിറുക്കാൻ തുടങ്ങുകയും ചെയ്തു. ഭയം അവരുടെ ഇന്നത്തെ ധൈര്യത്തെ ചോർത്തിക്കളഞ്ഞു. എന്നാൽ മോശ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പി, യഹോവ ഇന്ന് നിങ്ങൾക്കായി ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഇസ്രായേൽ ജനം കണ്ട ശത്രു സൈന്യത്തെക്കാളും ചെങ്കടലിനേക്കാളും വലിയതായിരുന്നു അവരുടെ ദൈവം. കർത്താവ് കടലിനെ രണ്ടായി വിഭജിച്ചു അവരെ വഴി നടത്തി. ഭയം നിങ്ങളെ തളർത്തിക്കളയുന്ന ഒരു നിഴൽ മാത്രമാണ്. എന്നാൽ ദൈവം നിങ്ങളെ ശക്തീകരിക്കുന്ന നിത്യമായ വെളിച്ചമാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളോട് പറയുക, നിങ്ങൾക്ക് എത്ര വലിയ ദൈവമുണ്ട്, അല്ലാതെ ദൈവത്തോട് പറയരുത് നിങ്ങൾക്ക് എത്ര വലിയ പ്രശ്നമുണ്ടെന്ന്. എന്റെ ഉപദേശം ഇതാണ്, നാളെയെ കുറിച്ചുള്ള ഭയങ്ങൾക്ക് നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ വിട്ടുകൊടുക്കരുത്. ഭയം ഒരു ചോർച്ചയാണ്. അത് നിങ്ങളുടെ ആത്മീയ ശക്തിയും പ്രത്യാശയും ഇല്ലാതാക്കും. നിങ്ങളുടെ ഭയത്തിന് കാരണമാകുന്ന പ്രതിസന്ധികളിലേക്ക് നോക്കുന്നതിന് പകരം അതിനേക്കാൾ എത്രയോ വലിയതായ നിങ്ങൾ ദൈവത്തിലേക്ക് നോക്കുക. ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ തന്റെ കൈവെള്ളയിൽ താങ്ങുന്ന ദൈവമാണ് നിങ്ങളെയും താങ്ങുന്നത്. കർത്താവിൽ ഫലമേൽപ്പിച്ച് ഇന്ന് സമാധാനത്തോടെ ജീവിക്കുക. കർത്താവ് നിങ്ങളുടെ നാളെയും മനോഹരമായി ഒരുക്കും. ക്രിസ്തുവിലൂടെ നിത്യതയ്ക്ക് അവതരിക്കുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.